നമ്മുടെ പേജ് നമ്പർ 50 ചോദ്യങ്ങൾ പറയുന്നതിന് മുമ്പ് ടീച്ചർ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സാധാരണ നമ്മുടെ പാഠപുസ്തകത്തിൽ അങ്ങനെ കൃത്യമായിട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ടീച്ചർ എല്ലാം ഒന്ന് ഓടിച്ചൊന്ന് പറയാം. അപ്പോൾ എന്നിട്ട് അന്നേരം നമുക്ക് ആ പേജിലെ പ്രോബ്ലംസ് വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സംഖ്യ അപ്പോൾ നിങ്ങൾ കണ്ടു 25 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ വരുമോ അല്ലെങ്കിൽ റിമൈൻഡർ 0 വരുന്ന കേസ്. അപ്പോൾ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ ആ നമ്പറിന് റിമൈൻഡർ ഉണ്ടോ ഇല്ലയോ എന്ന് മിച്ചം ഇപ്പം നമ്മൾ കണ്ടില്ല, നമ്മൾ ചെയ്ത് വരുമ്പോൾ മിച്ചം ലാസ്റ്റ് എന്തെങ്കിലും ബാലൻസ് വരുമോ ഇല്ലയോ. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിളായ നമ്പേഴ്സ്. എന്താണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് മിച്ചം ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം ഒന്നും വരാത്ത സംഖ്യ, അതായത് റിമൈൻഡർ വരാത്ത സംഖ്യകളാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടെ 25 എന്ന നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 25നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ടീച്ചർ പഴയ മെത്തേഡ് ഓർത്തിട്ട് എഴുതുന്നതാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ 10 കൊടുത്തു, 20 വന്നു, 5 വന്നു. ദെൻ ഇനി 2ൻ്റെ ടേബിളിൽ 2 2s are 4, റിമൈൻഡർ 1 വന്നു. എന്താണ് നമ്മൾ 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? റിമൈൻഡർ എന്ന് പറയുന്നത് 1 വന്നു. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റിൽ പരാജയപ്പെട്ടു. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആകണം, അതായത് റിമൈൻഡർ 0 വരുന്ന കേസ്. അപ്പോൾ ഇത് 0 വരില്ല. ഞാൻ 26 എടുത്തു എന്ന് വിചാരിക്കുക. 26നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് ഫുള്ളായിട്ട് മായ്ച്ചിട്ട് ചെയ്യാം. 26നെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ റിമൈൻഡർ 0 വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 10 എഴുതി. 2 × 10 20 വന്നു. റിമൈൻഡർ 6 എഴുതി. 2 3s are 6, റിമൈൻഡർ 0. സോ ഡിവിസിബിലിറ്റി ടെസ്റ്റ് 26 ഡിവിസിബിൾ ബൈ 2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു ചെറിയ നമ്പറൂടെ ഞാനൊന്ന് എഴുതാം. ഒരു 4 എന്ന് പറയുന്ന നമ്പർ 2 എഴുതി. ഞാൻ 2 1s ഇവിടെ 1 എഴുതി. 2 1s are 2, മൈനസ് ചെയ്തു. 4 - 2 2 വന്നു. വീണ്ടും 2 1s are 2, 0 വന്നു. സോ ആൻസർ ഈസ് 1 + 1 ആയി 2 ആണ് അല്ലേ? റിമൈൻഡർ 0 വന്നു. അപ്പോൾ 4 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. ഓക്കെ അല്ലേ? അപ്പം അടുത്തത് നോക്കാം. 5 എടുത്താലോ? 5 എടുത്താൽ ബാലൻസ് വരും അല്ലേ? ശരി. 2ൻ്റെ ടേബിളിൽ 5 വരില്ല. അപ്പോൾ ഒരു ജനറലൈസേഷൻ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയാമോ? ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് അറിയാനുള്ള മാർഗം എല്ലാം ഈവൻ നമ്പേഴ്സ് ആയാൽ മതി. ഈവൻ നമ്പേഴ്സ് എല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആർ കംപ്ലീറ്റ്ലി divisible by 2 ആണ്. എന്ന് വെച്ചാൽ 0 2 4 6 8 എന്നീ നമ്പറിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയും നമുക്ക് എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണം 12 എടുത്തു, അല്ലെങ്കിൽ 22 എടുത്തു, അല്ലെങ്കിൽ 28 എടുത്തു, അല്ലെങ്കിൽ 100 എടുത്തു. അതായത് ഈ വൺസ് പ്ലേസിലെ നമ്പറെല്ലാം എങ്ങനെ ആയിരിക്കണം? ഈവൻ നമ്പേഴ്സോ 0യോ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊരു 7 എടുക്കാമെന്ന് വിചാരിക്കുക. 7 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആണ്. കാരണം ഈവൻ നമ്പേഴ്സ് മാത്രമേ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 ആവുന്നുള്ളൂ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 3s are 6, റിമൈൻഡർ 1. എന്താ? റിമൈൻഡർ 1 വന്നപ്പോൾ ഇതിനിടയിലുള്ള നമ്പേഴ്സ് ആരാണ്? ഇതെല്ലാം ഈവൻ നമ്പേഴ്സ്. ഇതിൻ്റെ ഇടയിലുള്ളത് 0 1 കഴിഞ്ഞിട്ട് 2 എടുത്തു, 3 കഴിഞ്ഞിട്ട് 4 എടുത്തു, 5 കഴിഞ്ഞിട്ട് 6 എടുത്തു, 7 കഴിഞ്ഞിട്ട് 8 എടുത്തു. അങ്ങനെ ഇനി ഇടയിൽ വരുന്നവരാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 50 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ശിഷ്ടം വരുന്ന സംഖ്യകളോ? ഈ വീഡിയോ കാണുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഇത് എടുത്തു വയ്ക്കണേ. ടീച്ചറുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് മലയാളം മീഡിയം ബുക്കിൽ പറയുന്നത്. അപ്പോൾ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്?
1 റിമൈൻഡർ വരുന്ന സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാമല്ലോ. അതിൻ്റെ ഉത്തരം 1ൻ്റെ ഉത്തരമായിട്ട് ഈവൻ നമ്പർ എന്നുള്ളതാണ് ആദ്യത്തെ ആൻസറിൽ. ഏത് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 0 കിട്ടുന്നത്? ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് വരുന്ന റിമൈൻഡർ 1 വരുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ കേസിലുമായിരിക്കും. ക്ലിയർ അല്ലേ? ഇത്ര എഴുതി വെച്ചാൽ മതി. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം? ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതുക. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യ വരാം? ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതുക. ഉദാഹരണമായി ഞാനൊരു 3 കൊണ്ട് ഹരിക്കുമ്പോഴെന്നല്ലേ പറഞ്ഞേക്കും. അപ്പം ഞാനൊരു 4 തൊട്ടെടുക്കാം. 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം, 8 എടുക്കാം, 9 എടുക്കാം. ഇത്രയും നമ്പേഴ്സ് ഞാൻ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 4നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 3s are 3, റിമൈൻഡർ 1. ഇവിടെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 1 3s are 3, റിമൈൻഡർ 2. ഇവിടെ ഞാൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 2 3s are 6, റിമൈൻഡർ 0. എഗെയിൻ ഞാൻ 7 ചെയ്യുന്നു. 3 2s are 6, റിമൈൻഡർ 1. എഗെയിൻ 3 2s are 6, റിമൈൻഡർ 2. എഗെയിൻ 3 3s are 9, റിമൈൻഡർ 0. നോക്കിക്കേ, നമുക്ക് റിമൈൻഡർ വരുന്നത് 3നെ ഒരു സംഖ്യ കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 1 2 വരെയാണ്. അതായത് 3നേക്കാളും താഴെയുള്ള നമ്പേഴ്സ് മാത്രമേ എന്തായി വരുള്ളൂ? റിമൈൻഡറായി. ഒരിക്കലും 3 റിമൈൻഡർ വരില്ല. കാരണം 3 ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ സപ്പോസ് 3 കിട്ടാമെന്ന് വിചാരിക്കുക. വീണ്ടും 3 കിട്ടാൻ നമ്മൾ വീണ്ടും 1 ഇടില്ലേ? അപ്പോൾ ആ നമ്പർ തന്നെ വരില്ല. അതിൻ്റെ തൊട്ട് താഴെയുള്ളവർ വരെ എന്ത് വരുള്ളൂ? റിമൈൻഡറായിട്ട് വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി നോക്കൂ. 0 1 2 3 4 പിന്നെ 5 6 7 8 9 അങ്ങനെ 19 വരെ കൊടുത്തിട്ടുണ്ട്. ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരേ വരിയിൽ നിരയും നിങ്ങൾക്കറിയാലോ, ഇതാണ് ഒരേ വരി. ഒരേ വരിയിലെ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് കോഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? റിമൈൻഡറുകൾ എഴുതുക. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ, ഒരേ നിര, ഇത് വരികൾ ഇത് നിരകൾ കേട്ടോ. ഓരോ നിരയിലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ്? 12ാം വരിയിലെ 4ാം സംഖ്യ ഏതാണ്? 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്? 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്? നോക്കാം. ഇവിടെ ആദ്യത്തെ വരിയിലെ സംഖ്യകളെല്ലാം 5നേക്കാളും താഴെയല്ലേ? അപ്പോൾ ഇതിലെ ഓരോ സംഖ്യയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറാണ് ഇത് 1. ഇവിടെ ഈ സംഖ്യ ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ 2, ഇത് റിമൈൻഡർ 3, എടുത്ത് റിമൈൻഡർ 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്തു. 5നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. നോക്കാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 1s are 5, റിമൈൻഡർ 0. ഇവിടെ 0 കിട്ടും. 6നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 1s are 5, റിമൈൻഡർ 1. ഇവിടെ 1 കിട്ടും. ഇവിടെയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി പറയാം. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 1s are 5 മൈനസ് ചെയ്യുമ്പോൾ 2, റിമൈൻഡർ എന്ത് വരും? 2 വരും. ഇവിടെയാണെങ്കിൽ 3 വരും, ഇവിടെ 4 വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഓരോ വരിയിലെയും കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതിൽ 5നേക്കാൾ താഴെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ വരുന്ന എന്താ? നമുക്ക് റിമൈൻഡർ എല്ലാം 1 2 3 4 എന്നാണ് വന്നത്. രണ്ടാമത്തെ കേസിലാണെങ്കിലോ ഇവിടെ 5നേക്കാളും മുകളിലുള്ള, അതായത് റിമൈൻഡർ 4 വരുന്നത് വരെ കോഷ്യൻ്റ് എല്ലാം സെയിം തന്നെയാണ്. എന്ത് തന്നെയാണ്? ഉത്തരം 1 തന്നെയാണ് അല്ലേ? ചോദിച്ചിട്ടുണ്ട് ഒരേ വരിയിലെ സംഖ്യകൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ഇവിടെ എല്ലാ ഹരണഫലങ്ങൾ 1 തന്നെയാണ്. ഒരേ ഉത്തരമാണ്, സെയിം ആണ്. ഇവിടുത്തെ ഹരണഫലം സെയിം ആണ്, ഇവിടെയും സെയിം ആണ് അല്ലേ?
അതായത് നോക്കുക 6നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ചെയ്ത് കാണിക്കാം. 6നെ 7 കൊണ്ടല്ല 5 കൊണ്ട്. 1 5s are 5 റിമൈൻഡർ 1. ക്വോഷ്യൻ്റ് ഇതല്ലേ, 1 കിട്ടി. 7നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 5s are 5 റിമൈൻഡർ 2. അപ്പോൾ ഇവിടെ എന്താ ആൻസർ എന്ന് പറയുന്നത് ക്വോഷ്യൻ്റ് 1 വന്നു. അടുത്ത 8നെ ചെയ്ത് നോക്കാം. 8നെ 5 കൊണ്ട് 1 5s are 5 റിമൈൻഡർ 3. അപ്പോഴും ക്വോഷ്യൻ്റ് സെയിം വന്നു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോഴും 5 കൊണ്ട് ചെയ്താൽ 5 1s are 5 റിമൈൻഡർ 4. എല്ലാത്തിലും ക്വോഷ്യൻ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ ഓപ്ഷൻ എയുടെ ഉത്തരം എന്താണ്, ക്വോഷ്യൻസ് ആർ സെയിം. ക്വോഷ്യൻസ് ആർ സെയിം എന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അല്ലെങ്കിൽ ഹരണഫലം ഒന്ന് തന്നെ, ഒരുപോലെയാണ്. ഹരണഫലം ഒന്നുപോലെയാണ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. അടുത്തത് ഒരേ നിരയിലുള്ള സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ. ഇവിടെ 5 കൊണ്ട് ഹരിച്ചാൽ 0 വരും. ഇവിടെ 5 കൊണ്ട് ഹരിച്ചാൽ 1 വരും. ഇവിടെ 5 കൊണ്ട് ഹരിച്ചാൽ 2 വരും. അപ്പോൾ 5ന് ശേഷം വരുന്ന സംഖ്യ പ്ലസ് ഒറ്റ എഴുതിയാൽ മതി. 5 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 5 + 1 അല്ലേ. നമുക്കൊരു എളുപ്പമാർഗം, എത്ര ഈ 5-നകത്ത് ഒരു 5 ഉള്ളൂ, 6-നകത്ത് ഒരു 5ഉം +1. ആ +1 വരുമ്പോൾ 6 എന്ന് പറഞ്ഞാൽ 5 + 1 അല്ലേ. അതായത് 1 × 5 + 1. അപ്പോൾ ഇതാണ് റിമൈൻഡർ വന്നത്. 7 ആണെങ്കിലോ 1 × 5 + 2. അടുത്ത 8 ആണെങ്കിൽ 1 × 5 + 3. 9 ആണെങ്കിൽ 1 × 5 + 4. ഇനി സെക്കൻഡ് നോക്കിക്കേ. ഇതിലാണെങ്കിൽ നമ്മൾ എന്താ 6 11 16 അല്ലേ. 6 എന്ന് പറയുന്നത് 5 + 1, 5 × 1 + 1. ഇവിടെ ആണെങ്കിലോ 5 × 2 + 1. ഇവിടെ ആണെങ്കിൽ 5 × 3. അപ്പോൾ എത്ര തവണ ഇതിനകത്ത് 5 വരും, മിച്ചം എത്ര വരും? മിച്ചം എപ്പോഴും എന്തായിരിക്കും, 5-നേക്കാൾ താഴെയുള്ള സംഖ്യ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം ഈ ഓരോ നിരയിൽ എന്നാ സംഭവിക്കുന്നത്, ഇവിടെ എല്ലാം റിമൈൻഡർ തുല്യമായിരിക്കും. ഇവിടെ എല്ലാം എന്താണ്, റിമൈൻഡർ 2 ആണ്. ഇവിടെ എല്ലാം റിമൈൻഡർ 3 ആണ്. ഇവിടെ എല്ലാം റിമൈൻഡർ 4 ആണ്. ഓക്കെ. അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ ഇതിൻ്റെ 10ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ ആരാണ്? ഈ സംഖ്യ ആരാണ്? 10ാമത്തെ നോക്ക്. 1ാമത്തെ വരി 0, 2ാമത്തെ വരിയിൽ 5, 3ാമത്തെ വരിയിൽ 10, 4ാമത്തെ വരിയിൽ 15. അപ്പം ഇതുണ്ട്, 5ൻ്റെ 3ാമത്തെ ഗുണിതമാണ് 4ാമത്തെ ലൈനിൽ വന്നപ്പം 10ാമത്തെ ലൈനിൽ 5ൻ്റെ 9ാമത്തെ ഗുണിതം വരണം. 5 9 45. ഇനി കൂട്ടി എഴുതിയാൽ പോലെ 45 46 47 48 49. ഇതാണ് 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ. 12ാം വരിയാണെങ്കിലോ 45, ഇത് 50 വരും, ഇത് 55 വരും. അതിൻ്റെ എത്രാമത്തെ സംഖ്യ? 12ാം വരിയിലെ 4ാം സംഖ്യ. 1 2 3 4ാം സംഖ്യ. അപ്പോൾ 55 56 57 58. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ 4ാം വരിയിലെ ശിഷ്ടം എത്രയാണ്? എല്ലാത്തിനും ശിഷ്ടം 3 ആണ്. അപ്പോൾ 55നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 3 വരുന്ന കേസ് എടുത്താൽ 58 എടുത്താൽ പോരെ. 55 എന്താണ്, 5 × 11 55 + 3. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് 123 ആ വരിയിൽ എത്രാമത്തെ? അപ്പോൾ 123 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക്. 123നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാവുന്ന ടേബിൾ എഴുതി എന്താണ്, നമുക്ക് 20ൻ്റെ ടേബിൾ എഴുതാം. 20 × 5 2 10 100 വന്നു. റിമൈൻഡർ 3 2 വന്നു. അപ്പം വീണ്ടും 4 എഴുതി. 4 5 20 റിമൈൻഡർ 3. അപ്പോൾ റിമൈൻഡർ 3 വന്ന കേസ് എത്രാമത്തെയാണ്? 4ാമത്തെ കേസല്ലേ. 3 8 13 18 അങ്ങനെ പോകുന്ന ടൈമിലാണ് 123 വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെയുള്ള സംഖ്യകളെ 9ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. 11 111 1111 തുടങ്ങിയ സംഖ്യകളെ. അപ്പോൾ നമ്മൾ 11 എഴുതുമ്പം 11 എന്ന് പറഞ്ഞാൽ എന്ത് വേണം? 1 × 9 + 2 എന്ന് എഴുതാലോ. 111 ആണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 99 + 2 എന്ന് എഴുതാം. 1111 ആണെങ്കിലോ 1 × 999 + 2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ?
അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 വന്നാൽ നമ്മളെങ്ങനെ എഴുതാം? 9ൻ്റെ മടങ്ങും വെച്ച് 9ൻ്റെ മടങ്ങ് എന്ന് പറയുമ്പോൾ 1 2 3 4 ഇൻറ്റു 1. ക്ലിയർ അല്ലേ? ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇത് തുടർന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് 2-3 ലൈനുണ്ട്. അത് നിങ്ങൾ എഴുതിക്കോളാലോ. ഒരു ടീച്ചർ ഹോംവർക്ക് പോലെ തരാം, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.